നമ്മളെ കുടുംബത്തിലെ എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ഒരു മുതിർന്ന ഒരാളുണ്ടാവില്ലേ? എന്ത് പരിപാടി ഉണ്ടെങ്കിലും അത് മുന്നിലിരുന്ന് നടത്താനും എവിടെയും മുന്നിലിരുന്ന് സംസാരിക്കാനൊക്കെ ഒരാളുണ്ടാവില്ലേ? അതുപോലെ നമ്മളെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരാളാണ് ഞങ്ങളെ മൂത്താപ്പ, അഥവാ എൻ്റെ കാക്കാനെ അക്കര വാവിച്ചി. എൻ്റെ വാപ്പനെ നമ്മൾ വായിച്ചിന്നാണ് വിളിക്കൽ, മൂത്താപ്പാനെയും വായിച്ചിന്നാണ് ചെറുപ്പത്തിൽ വിളിക്കൽ. അപ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരക്കരയാണ് താമസിക്കുന്നത്, അപ്പോൾ നമ്മളിട്ട പേരാണ് അക്കര വാവിച്ചി. അപ്പം നമ്മൾ അക്കരെ വായിച്ച് നമ്മളിന്ന് വിട പറഞ്ഞിട്ട് ഇപ്പോൾ 6 വർഷമായി. ഇപ്പോൾ 6ാമത്തെ ആണ്ടാണ് നമ്മൾ കഴിക്കണേ കേട്ടോ. നമ്മളൊക്കെ ലൈഫിൽ നികത്താൻ പറ്റാത്ത ഒരാളാണ് നമ്മളെ മൂത്താപ്പട്ടോ. അപ്പോൾ ചെറിയ രീതിയിലാണ് നമ്മൾ മല്ലൂദ് കഴിക്കുന്നത്. നമ്മൾ മാത്രമുള്ള ഒരാളില്ല, നമ്മളെ മേമക്ക് ഇതിൽ കൂടാൻ പറ്റിയിക്കില്ല കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന നല്ല ഇറച്ചിയും മുളകൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. രാവിലെ തന്നെ ഭാഗത്തു നിന്നിട്ട് ആണുങ്ങളൊക്കെ കബറിങ്ങ പോയിക്കേണ്ടത് അതോ അരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരുത്തർ പണിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ തിന്നാണ് കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പായസത്തിൻ്റെ പരിപാടിക്ക് നിൽക്കുകയാണ്. അപ്പോൾ ചെറുപയർ വറുത്തെങ്ങാണ്ട് കഴുകിങ്ങാണ്ട് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുകയാണ് കേട്ടോ. നമ്മൾ ചെറുപയർ പായസമാട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ പുറത്ത് അടുപ്പ് കത്തിച്ചിട്ട് ഇതാക്കണം, ബിരിയാണിക്കുള്ള സെറ്റാക്കാൻ പോവാണ്. അപ്പം നമ്മൾ ആദ്യം ഉള്ളി പൊരിക്കുകയാണ് കേട്ടോ ബിരിയാണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളതിന് മുമ്പ് മസാല കൂട്ടാനുള്ള ഉള്ളി കുക്കറിൽ ജസ്റ്റ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ പെട്ടെന്ന് വാടിക്കിട്ടും, അതുകൊണ്ട് അങ്ങനെ വെച്ചതാണ്. പിന്നെ ഇതാ പായസത്തിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ പിയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ പാക്കറ്റ് പാൽ ഒഴിക്കുന്നുണ്ട്, പിന്നെ അണ്ടിയും മുന്തിരിയൊക്കെ വറുത്തെടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ കുക്കറിലാണ് നമ്മൾ വേവിക്കണ ഉള്ളീന്. അപ്പോൾ ആ ഉള്ളി നമ്മൾ വാട്ടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് തക്കാളി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മെയിനായിട്ട് നമ്മളിട്ട് മസാല എന്ന് പറഞ്ഞാൽ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മളിട്ടിട്ട് ബിരിയാണി മസാലയാണ് നമ്മൾ മെയിനായിട്ട് ഇത് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ പൊടിച്ചെടുത്ത ബിരിയാണി മസാല കേട്ടോ. ബീഫ് നമ്മൾ വേവിച്ചത് കുരുമുളക് ഉപ്പിട്ട് മാത്രമാണ്. ബീഫ് വേവിച്ച സ്റ്റോക്ക് വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തൈര് ഒരു പാക്കറ്റ് ഒഴിച്ചിട്ടുണ്ട്, നാരങ്ങ നീര് ഒഴിച്ചിട്ടില്ല. തൈരാണ് നമ്മൾ മെയിനായിട്ട് ബീഫ് ബിരിയാണിക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തൈര് ഒഴിച്ചങ്ങാണ്ട് ഈ ബീഫ് ഒന്ന് അതിൽ കിടന്നിട്ട് ഇങ്ങനെ വേവണം. ഇങ്ങനെ ഈ ബീഫ് ശരിക്കും ബീഫ് ബിരിയാണിക്ക് ഇങ്ങനെ കുളു പോലെ ഇരിക്കുന്ന ബീഫാണ്, നല്ല രസീകാരം കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മൾ പൊരിച്ച് വെച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ മല്ലിച്ചപ്പ് പുതിനച്ചപ്പ് ഇതിട്ട് ഏലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബീഫ് ഇങ്ങനെ ഇളക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഈ ബിരിയാണി മസാലയുടെ സ്മെല്ല് അടിപൊളി കേട്ടോ. പിന്നെ ഇതാക്കി നമ്മൾ ചോറ് വേവിക്കാൻ ക്യാരറ്റ് ചെരുകി ഇട്ടിട്ടുണ്ട്, പട്ട ഗ്രാമ്പു ഏലക്ക, പിന്നെ ബീഫിൻ്റെ സ്റ്റോക്ക് വെള്ളം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 1 കപ്പിന് 2 കപ്പ് വെള്ളം അങ്ങനെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ പായസം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതങ്ങനെ വെള്ളം തിളച്ചപ്പോൾ അരിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ചോറ് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ദമ്മിടാൻ പോവുകയാണ്. ഈ മസാല അടിയിലിട്ടിട്ട് മേലെ റൈസ് ഇടുക, അങ്ങനെ കേട്ടോ. നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി പൊരിച്ചത്, പിന്നെ മല്ലിച്ചപ്പ് പുതിനച്ചപ്പ്, അങ്ങനെയാണ്. പിന്നെ ബിരിയാണി മസാല, അങ്ങനെ നമ്മൾ ഇടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വെപ്പേരൊക്കെ ഉണ്ടാക്കണതിലേക്ക് തക്കാളിയൊക്കെ വട്ടത്തിലരിഞ്ഞിട്ട് തക്കാളിയും